തലവേദനയുടെ ഗുളിക എടുത്തു, കഴിച്ചു. കുറച്ച് കഴിയുമ്പോൾ തലവേദന പോണുണ്ട്. ഈ ഗുളിക അതിൻ്റെ ഉള്ളിൽ പോയിട്ട് എന്തൊക്കെയാ പരിപാടി ചെയ്യണത് നമ്മൾ അറിയണില്ലല്ലോ. പല പ്രവർത്തനങ്ങളും നടക്കുന്നുണ്ട്. ഇതുപോലെ കൃഷ്ണാവതാര കഥകള്, കൃഷ്ണലീലകള് അതൊന്ന് കേൾക്കുക നിങ്ങള്. പ്രവർത്തിക്കും. ആ ശ്രീകൃഷ്ണ കഥകള് നമ്മുടെ ഉള്ളിൽ ചെന്ന് കണ്ണടച്ച് ഹൃദയത്തിൽ ഒന്ന് കാണണം എന്ന് വിചാരിച്ചു കൊതിച്ച ആ വേദവേദ്യനായ പരബ്രഹ്മമിത കണ്ണു തുറന്നു കാണാൻ പാകത്തിന് മുമ്പിൽ വന്നിരിക്കുന്നു എന്ന് പറഞ്ഞപ്പോഴാണ് മാനുഷബാലവേഷം നീലബാലനായി ഭഗവാൻ അവിടെ മാറിയത്. സച്ചിദാനന്ദക്കട്ടയായ ആ നീലവർണ്ണനെ തന്റെ മാരടത്തിലേക്ക് ചേർത്തു പിടിച്ച് ഹരിപാദതീർത്ഥമായ ഗംഗയുടെ തീരത്ത് പ്രായോപവേശ വ്രതവുമായി എത്തിച്ചേർന്ന പാണ്ഡവപൗത്രനായ പരീക്ഷിത്ത് മഹാരാജാവ് ആ പരീക്ഷത്തിന്റെ ഹൃദയത്തിലേക്ക് ഭഗവത് കഥാമൃതത്തെ, അമൃതദ്രവ സംയുതമായ ഭാഗവതത്തെ പിബത ഭാഗവതം രസം സർവവിധത്തിലും കോരി നിറച്ചുകൊണ്ടിരിക്കുന്നു ശുകബ്രഹ്മർഷി. എന്തിനു വേണ്ടിയിട്ട്? ആലയം. ഇനി ഇതാ 2 നാളുകൂടി തക്ഷകൻ എന്നുള്ളതായ ആ ഘോരസർപ്പം വന്ന് തൻ്റെ ശരീരമാകുന്നതായ ഈ കൂടിനെ ഭസ്മീകരിക്കുമ്പോൾ തൻ്റെ ഹൃദയത്തില് തൻ്റെ ജീവനാകുന്നതായ ആ തിരുനാമപക്ഷി ഭഗവാന്റെ കഥകള്, ഭഗവാന്റെ നാമം, ഭഗവാന്റെ കീർത്തനങ്ങള് ആ ഭഗവാനിലേക്ക് ലയിച്ചിരിക്കുന്നതായ അവസ്ഥയിൽ ശരീരമാകുന്നതായ കൂടുവിട്ട് ഭഗവാനിലേക്ക് ലയിക്കുന്ന ആ ഒരു ആലയം സംഭവിക്കുന്നതുവരെ പിബത ഭാഗവതം രസം മുഹുരഹോ പിബത, കുറച്ചുകൂടി എന്ന ഭാവത്തിൽ ആ ഗുരുനാഥനിൽ നിന്നും സ്വീകരിച്ചു കൊണ്ടിരിക്കുന്നതായ പരീക്ഷിത്ത് സർവവിധത്തിലും സൂര്യ വംശരാജാക്കന്മാരുടെ ചരിതത്തെ പാടി 24,000 ശ്ലോകങ്ങളിലായി വാൽമീകി വിസ്തരിച്ചതായ രാമകഥയെ അതിൻ്റെ മാധുര്യവും മാഹാത്മ്യവും ഒട്ടും ചോർന്നു പോകാതെ 2 അധ്യായങ്ങളിലേക്ക് ഒതുക്കി. ചന്ദ്രവംശ രാജാക്കന്മാരുടെ ചരിത്രത്തിലേക്ക് ഗുരുനാഥൻ പ്രവേശിച്ചതും പരീക്ഷത്തിന്റെ ഉള്ളില് ഒരാനന്ദം, ഒരാവേശം. കാരണം യാതൊരു കൃഷ്ണകഥകളെ കേൾക്കാനാണോ താൻ കാത്തിരുന്നത്, യാതൊരു ഭഗവാനാണോ ദിശി ഇന്ദുരിവ പുഷ്കല നീലചന്ദ്രനായി ദേവകീ വസുദേവന്മാരുടെ മുൻപിലേക്ക് അവതരിച്ചത്, ആ ഭഗവാന്റെ ചന്ദ്രവംശ ചരിതത്തിലേക്ക് ഗുരുനാഥൻ പ്രവേശിച്ചിരിക്കുന്നു. അങ്ങനെ ചന്ദ്രവംശ രാജാക്കന്മാരുടെ ചരിതത്തെ പാടി വരുമ്പോഴാണ് യയാതി ചരിതത്തിലേക്ക് എത്തിയത്. യയാതിയുടെ ചരിതത്തെ പാടി യയാതിയുടെ മൂത്തപുത്രനായ യദുവിന്റെ വംശത്തിലേക്ക് ഗുരുനാഥൻ പ്രവേശിക്കുമ്പോഴേക്കും പരീക്ഷത്തിന്റെ ഉള്ളിലുണ്ടായിരുന്ന ആവേശം അല്പം കൂടി ഒന്ന് വർദ്ധിച്ചു. കാരണം യദുവംശേ അവതീർണ, ഈ യദുവംശത്തിലല്ലേ യദുകുല ശ്രേഷ്ഠനായിരിക്കുന്ന ഭഗവാന്റെ കൃഷ്ണാവതാരം. അപ്പോ താൻ കൃഷ്ണാവതാര കഥകളുടെ അല്പം കൂടി അടുത്തേക്ക് എത്തിയിരിക്കുന്നു. ആ യദുവംശത്തെ വർണ്ണിച്ചു വരുമ്പോഴാണ് യദുവംശത്തില് വസുദേവര് മധുരാധിപതിയായിട്ട് ഉഗ്രസേനനത് രാജാവ്, ഈ ഉഗ്രസേനന്റെ അനുജനാണ് ദേവകൻ, ദേവകന്റെ പുത്രിയാണ് ദേവകി. ദേവകിയെ വസുദേവര് വിവാഹം ചെയ്തു. ആ ദേവകീ വസുദേവന്മാരുടെ ജീവിത ചരിതത്തിലേക്ക് പ്രവേശിച്ചപ്പോ പരീക്ഷത്തിന്റെ ആവേശം ഒരു പടി ഒന്നുകൂടി ഉയർന്നു. കാരണം ദേവകീപുത്രനായിട്ടല്ലേ, ദേവകീ നന്ദനായിട്ടല്ലേ ഭഗവാന്റെ അവതാരം. അപ്പൊ തീർച്ചയായും താൻ ഈ 5 ദിവസങ്ങളിലായി കാത്തിരുന്നതായ കൃഷ്ണ കഥകളിലേക്ക് ഗുരുനാഥനിത എത്തിയിരിക്കുന്നു എന്ന് ആ കൃഷ്ണകഥകളെ കേൾക്കാനുള്ള പരീക്ഷത്തിന്റെ ആവേശത്തിലേക്ക് പടിയായി ആ ശ്രോതാവിനെ ഉയർത്തി അവിടെ പറഞ്ഞു, 7ാമതായിട്ട്
ദേവകീ വസുദേവ പുത്രനായി സാക്ഷാൽ അനന്തമൂർത്തി ബലരാമൻ എന്ന പേരിൽ അവതരിച്ചു പരീക്ഷത്തെ. ഏഴാമതായിട്ട് അനന്തമൂർത്തി സംഘർഷണമൂർത്തി ബലരാമനായിട്ട് അവതരിച്ചു എന്ന് ഗുരുനാഥൻ പറയുമ്പോഴേക്കും പരീക്ഷിത തന്റെ കണ്ണുകളെ അടച്ച് കാതുകളെ കൂർപ്പിച്ച് കാത്തിരുന്നു. ഇനി കൃഷ്ണാവതാരം. അഷ്ടമസ്തു തയോരാസി സ്വയമേവ ഹരിക്കില. പരീക്ഷത്തെ ഏഴാമതായി സാക്ഷാൽ ബലരാമൻ അവതരിച്ചു. എട്ടാമതായിട്ട് വൈകുണ്ഠനാഥനായ ശ്രീ പത്മനാഭൻ തന്റെ പരിപൂർണ ചൈതന്യത്തോടുകൂടി പൂർണ്ണ പുണ്യാവതാരമായി കൃഷ്ണനായിട്ട് അവതരിച്ചു. എന്തിനാ കൃഷ്ണാവതാരം? എന്തിനാ കൃഷ്ണാവതാരം? ശുകബ്രഹ്മ ഋഷി വ്യക്തമായി ഭാഗവതത്തിൽ പറഞ്ഞു, കൃഷ്ണാവതാരം ഗോപികമാർക്ക് വേണ്ടിയിട്ട്, ഗോപന്മാർക്ക് വേണ്ടിയിട്ട്, യശോദയ്ക്ക് വേണ്ടിയിട്ട്, നന്ദഗോപർക്ക് വേണ്ടിയിട്ട്, കംസാദികൾക്ക് വേണ്ടിയിട്ട് എന്നൊന്നുമല്ല പറഞ്ഞത്. പിന്നെയോ കലൗ ജനിഷ്യമാണാനാം ദുഃഖശോകതമോനുതം. കൃഷ്ണാവതാരം ആർക്ക് വേണ്ടിയിട്ട്? കലിയുഗവാസികളായ നമുക്ക് വേണ്ടിയിട്ട്. ദുഃഖശോകതമോനുതം. പലവിധത്തിലുള്ള കൽമഷങ്ങൾ നിറഞ്ഞ കലിയുടെ ഈ കുടിലതയ്ക്ക് മുൻപിൽ പകച്ചു നിൽക്കുന്നതായ ഓരോ ഭക്തന്റെയും ഹൃദയത്തിന് പ്രാരബ്ധത്തിന്റെ ചൂടേൽക്കാതെ തണല് കൊടുക്കാൻ, അതിനാണ് കൃഷ്ണാവതാരം. എങ്ങനെയാ ഈ കൃഷ്ണകഥകൾ കേട്ടാൽ ഹൃദയത്തിന് തണുപ്പ് വരിക? യസ്മിൻ സൽകർണ പീയൂഷേ യശസ്ഥീർത്ഥവരേ സകൃൽ ശ്രോത്രാഞ്ജലിരുപസ്പൃശ്യ ധുനുതേ കർമ്മവാസന. യാതൊരു ഭക്തനാണോ, യാതൊരു ശ്രോതാവാണോ ഈ രണ്ട് കാതുകളിൽ കൂടിയിട്ട് ഈ ശ്രീകൃഷ്ണ കഥാമൃതത്തെ ഹൃദയത്തിലേക്ക് കയറ്റിവിടുന്നത് അല്ലേ? തലവേദനയുടെ ഗുളിക എടുത്തു, കഴിച്ചു. കുറച്ച് കഴിയുമ്പോ തലവേദന പോണുണ്ട്. ഈ ഗുളിക അതിൻ്റെ ഉള്ളിൽ പോയിട്ട് എന്തൊക്കെയാ പരിപാടി ചെയ്യണത് നമ്മൾ അറിയണില്ലല്ലോ. പല പ്രവർത്തനങ്ങളും നടക്കുന്നുണ്ട്. ഇതുപോലെ കൃഷ്ണാവതാര കഥകള്, കൃഷ്ണലീലകള് അതൊന്ന് കേൾക്കുക നിങ്ങള്. പ്രവർത്തിക്കും. ആ ശ്രീകൃഷ്ണ കഥകള് നമ്മുടെ ഉള്ളിൽ ചെന്ന് എവിടെയൊക്കെ ഹൃദയത്തിന്റെ അടിത്തട്ടിൽ പ്രാരബ്ധത്തിന്റെ ചെളി പുരണ്ടിട്ടുണ്ടോ അവിടെ ചെന്ന് തീർത്ഥവരേ സകൃൽ, ഈ ശ്രീകൃഷ്ണ കഥാ തീർത്ഥം ആ പ്രാരബ്ധ ചെളിയെ അടർത്തി പുറത്തേക്ക് കളയും. അതിന് ശക്തിയുള്ളതാണ് കൃഷ്ണന്റെ കഥകള് എന്നൊക്കെ കൃഷ്ണകഥകളുടെ മാഹാത്മ്യത്തെ പാടിക്കൊണ്ടിരിക്കുക ശുകബ്രഹ്മ ഋഷി. അപ്പോഴും പരീക്ഷിത്ത് കണ്ണടച്ചിട്ട് ചിന്തിക്കുന്നത്, ഇതെന്താ കൃഷ്ണാവതാരം പറയാത്തത്, എന്താ കൃഷ്ണാവതാരം പറയാത്തത് എന്ന് ചിന്തിക്കുമ്പോഴാണ് പരീക്ഷത്തിന്റെ മുൻപിൽ ശ്രീകൃഷ്ണ കഥ പറയാൻ പുറപ്പെടുന്നത്. പക്ഷേ ഇത്രയും ദിവസങ്ങളിലായി യാതൊരു കൃഷ്ണകഥകളെ കേൾക്കാനാണോ പരീക്ഷിത്ത് കാത്തിരുന്നത്? യാതൊരു കൃഷ്ണകഥകളെ അറിയാനാണോ പരീക്ഷിത്ത് ഈ പ്രായോപവേശ വ്രതം ഉപയോഗിക്കുന്നത്? ആ കൃഷ്ണകഥകളിലേക്ക് അങ്ങ് എത്തുമ്പോഴേക്കും പരീക്ഷത്തിന്റെ ആവേശത്തെ മുഴുവൻ കെടുത്തിക്കൊണ്ട് രണ്ട് ശ്ലോകത്തില് കൃഷ്ണാവതാരമല്ല, കൃഷ്ണാവതാര ലീലകളെ മുഴുവൻ ചുരുക്കി അങ്ങ് പറഞ്ഞു. 125ഓളം വർഷം ഭഗവാൻ നടത്തിയതായ ശ്രീകൃഷ്ണ ലീലകളെ മുഴുവൻ 2 ശ്ലോകത്തിൽ. പരീക്ഷിത്തെ, അങ്ങേക്കിപ്പോ കൃഷ്ണാവതാരാണല്ലോ കേൾക്കേണ്ടത്. ഞാൻ പറഞ്ഞു തരാം. അങ്ങേക്ക് കൃഷ്ണാവതാരം ഞാൻ പറഞ്ഞു തരാം. ശ്രദ്ധിച്ച് കേട്ടോള. ഏതെങ്കിലും ഭാഗം വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ഇത് കഴിഞ്ഞാലൊന്ന് ഓർമ്മിപ്പിച്ചാ മതി എന്നും പറഞ്ഞ് ശുകബ്രഹ്മ ഋഷി പറഞ്ഞു. യാദോഗത പിതൃഗൃഹാൽ വ്രജമേധിതാർത്ഥോ. ഭഗവാൻ അദ്ഭുത ബാലകനായി കംസന്റെ കാരാഗൃഹത്തിൽ ശംഖചക്രകഥാധാരിയായി അവതരിച്ചവിടുന്ന് നീലബാലനായി അമ്പാടിയിലേക്കെത്തി. അമ്പാടിയിൽ ബാലലീലകൾ നടത്തി. വൃന്ദാവനത്തിലേക്കെത്തി രാസലീലാദി ആനന്ദലീലകളെ നടത്തി. മധുരയിലേക്കെത്തി കംസവധാദി വീരലീലകളെ നടത്തി. ദ്വാരകയിലേക്കെത്തി 16,000-ലധികം ധർമ്മപത്നികളോടൊപ്പം അത്ഭുത ഗൃഹസ്ഥാശ്രമത്തെ ലോകത്തിന് മുമ്പിൽ കാട്ടിക്കൊടുത്തൊടുവിൽ തന്റെ യദുകുലത്തെ ബ്രഹ്മശാപത്തെ നിമിത്തമാക്കി നശിപ്പിക്കാനുള്ള ഒരുക്കങ്ങളെ തുടങ്ങി ഉദ്ധവന് ശ്രേഷ്ഠമായ ഉപദേശം കൊടുത്ത് ഉദ്ധവനെ ബദരികാശ്രമത്തിലേക്ക് യാത്രയാക്കി. ഭഗവാൻ കൃഷ്ണാവതാര ലീലകളെ കഴിഞ്ഞ് തിരിച്ചെഴുന്നള്ളി കഴിഞ്ഞു.
125ഓളം വർഷത്തെ ശ്രീകൃഷ്ണ ലീലകള് ഏതെങ്കിലും വിട്ടുപോയോ? അമ്പാടിയിലെ ബാലലീലകള്, വൃന്ദാവനത്തിലെ ആനന്ദലീലകള്, മധുരയിലെ വീരലീലകള്, ദ്വാരകയിലെ അത്യത്ഭുത ലീലകള് കഴിഞ്ഞു. ഈ തരത്തിൽ പരീക്ഷിത്ത് എന്ന ആ ഭാഗവത പ്രേമി കേട്ട് 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 ഹൃദയം നിറയ്ക്കാൻ തയ്യാറായിരിക്കണ സമയത്ത് അല്ലേ, പാൽപ്പായസം കുടിക്കാൻ വേണ്ടിയിട്ട് മറ്റുള്ള വിഭവങ്ങളൊക്കെ ചുരുക്കി ചുരുക്കി വാങ്ങി. ചോറ് രണ്ടാമത് വേണ്ട, കൂട്ടാൻ രണ്ടാമത് വേണ്ട. എന്തേ? പാൽപ്പായസം നല്ലോണം കുടിക്കാനോ വെച്ചിട്ടാ. ഒടുക്കം ഇലയൊക്കെ തുടച്ചു വെച്ചപ്പോ ഒരു സ്പൂണ് പായസം വിളമ്പണത് പോലെ വിസ്തരിച്ച് വിസ്തരിച്ച് കൃഷ്ണകഥകളെ എടുക്കാൻ തന്റെ ഹൃദയത്തെ തയ്യാറാക്കി നിൽക്കുന്ന കൃഷ്ണപ്രേമിയായ പരീക്ഷത്തിന്റെ ഹൃദയത്തില് ഇങ്ങനെ ഒരു ശ്ലോകത്തില് കൃഷ്ണാവതാരം പാടിക്കൊടുത്തപ്പോ, വിസ്തരിച്ച് പറയേണ്ട കൃഷ്ണാവതാര കഥകളെ ചുരുക്കി പറഞ്ഞപ്പോ പരീക്ഷത്തിന് അത് കൊടുത്ത വേദന ചെറുതല്ല. പരീക്ഷത്തിനുണ്ടായ വേദന ഒരു പക്ഷേ നമ്മളെ പോലെയുള്ള ലൗകിക ജീവികൾക്ക് മനസ്സിലാവോന്ന് അറിയില്ല അല്ലേ. നമ്മളായിരുന്നു വിചാരിക്കുക 1 മണിക്ക് നിർത്തേണ്ട പ്രഭാഷണം ഇപ്പൊ 12:45 നിർത്തിയാൽ ആവൂ സമാധാനായി, 1/4 മണിക്കൂർ മുമ്പേ കഴിഞ്ഞുവല്ലോ എന്ന് വിചാരിക്കും. എന്നാൽ പരീക്ഷിത്ത് അങ്ങനെയല്ല. നമ്മളിവിടെ ഭാഗവതം കേൾക്കാൻ വരുമ്പോഴും നമ്മളിവിടെ ഭഗവാന്റെ കഥകൾ കേൾക്കാൻ ഇരിക്കുമ്പോഴും നമുക്കൊരു കാര്യം ഉറപ്പുണ്ട് അല്ലേ. എന്തൊക്കെ കൃഷ്ണാവതാരം കേട്ടാലും എത്രയൊക്കെ കൃഷ്ണകഥകൾ പറഞ്ഞാലും ഇവിടുന്ന് പുറത്തേക്ക് എത്തി ചെരുപ്പം കിട്ടാൽ 100,000 പ്രാരബ്ധത്തിന്റെ കയറുകൾ വീണ്ടും നമ്മളെ പിടിക്കുകയായി. പക്ഷേ പരീക്ഷത്തിന് അങ്ങനെ ഒരു തിരിച്ചുപോക്കില്ല. പരീക്ഷത്തിന് ഇനി തിരിച്ചൊരു പോക്കില്ല. കൃഷ്ണകഥകൾ കേട്ട് ആ നീലവർണ്ണനിലേക്ക് ലയിക്കാൻ പുറപ്പെട്ടതായ പരീക്ഷത്തിനെ സംബന്ധിച്ച് കൃഷ്ണകഥകൾ ചുരുക്കിയത് താങ്ങാൻ പറ്റുന്നതിലും വലിയ സങ്കടം കൊടുത്തു. ഒരു തരത്തിലും ആ ഗുരുനാഥന്റെ മുൻപിൽ തന്റെ ഉള്ളിലുള്ളതായ കൃഷ്ണപ്രേമത്തെ മറച്ചു വെക്കേണ്ടതില്ല എന്നുള്ളത് കൊണ്ട് പൊട്ടിക്കരഞ്ഞുകൊണ്ട് ആ പരീക്ഷിത്ത് എന്ന ശ്രോതാവ് ശുകബ്രഹ്മ ഋഷിയോട് അപേക്ഷിക്കുകയാണ്. കഥിതോ വംശവിസ്താരോ ഭവതാ സോമസൂര്യയോ രാജ്ഞാം ചോഭയവംശ്യാനാം ചരിതം പരമാദ്ഭുതം. എന്തേ ഗുരുനാഥ ഇങ്ങനെ ചുരുക്കിയത്? എത്രയോ അവതാര ലീലകള് അങ്ങ് ഇതുവരെ ഈ 4 ദിവസം പറഞ്ഞു. അതിൽ പല കഥകളും എനിക്ക് കുറച്ചുകൂടി വിസ്തരിച്ച് കേൾക്കണം എന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. രാമായണമൊക്കെ കുറച്ചുകൂടി ആവായിരുന്നു എന്ന് മോഹമുണ്ട്. പക്ഷേ ഞാൻ മിണ്ടിയില്ല. എന്താ അറിയോ? അവസാന രാമായണം പറഞ്ഞിട്ടേ കൃഷ്ണകഥകൾക്ക് സമയം കുറഞ്ഞു പോണ്ട. മറ്റു കഥകൾ വിസ്തരിച്ചു പോയി പറഞ്ഞിട്ട് തന്റെ കൃഷ്ണന്റെ കഥകൾക്ക് സമയം കുറയരുതല്ലോ എന്ന് കരുതി ഞാൻ കാത്തിരുന്നത് ഈ ഒരു കൃഷ്ണകഥകൾ കേൾക്കാനാ. എന്നിട്ട് ഈ 5 ദിവസങ്ങളിലായി കാത്തിരുന്ന എന്റെ മുൻപില് ഇങ്ങനെ കൃഷ്ണാവതാരത്തെ ചുരുക്കാൻ എന്താ കാരണം? കേൾക്കണ്ട എനിക്ക് കൃഷ്ണാവതാരം അല്ല, ഈ കൃഷ്ണകഥകളുടെ മാഹാത്മ്യം അതിപ്പോ എങ്ങനെയാ പറയാ? കൃഷ്ണകഥകളുടെ മാധുര്യം അത് ഞാനിപ്പോ എങ്ങനെയാ വർണ്ണിക്കുക? നിവൃത്തതർഷൈഹി ഉപഗീയമാനാൽ ഭവൗഷധാൽ ശ്രോത്രമനോഭിരാമാൽ. നിവൃത്തന്മാരായ ഋഷീശ്വരന്മാർക്കും പ്രവൃത്തന്മാരായിട്ടുള്ള ലൗകിക ജീവികൾക്കും ഒരുപോലെ മധുരമായ കൃഷ്ണകഥകൾ. ഋഷീശ്വരന്മാര് നിവൃത്തന്മാരെന്ന് വെച്ചാൽ ഈ പറഞ്ഞ പ്രാരബ്ധങ്ങളുടെ നൂലാമാലകളിൽ നിന്നൊക്കെ നിവൃത്തി രക്ഷ നേടിയവര്. അവര് ചെയ്യലെല്ലാം നിർത്തിയവരാ അല്ലേ. നമ്മളൊക്കെ ഈ ചെയ്യലിൻ്റെ ഉള്ളിൽ പെട്ട ആൾക്കാരാ. എപ്പോഴും നമ്മുടെ മനസ്സിന്റെ ചിന്ത എന്താ? ഇപ്പൊ ഇവിടെ ഇരിക്കുമ്പോ നിങ്ങളുടെ മനസ്സിന്റെ ചിന്ത എന്താ? ഇത് കഴിഞ്ഞിട്ട് വേണം, എന്തൊക്കെയോ ചെയ്യാനുണ്ട്, ഇത് നിർത്തിയിട്ട് വേണം, അത് ചെയ്യണം, ഇത് ചെയ്യണം. പക്ഷേ ഈ ചെയ്യല് കൊണ്ടൊന്നും ഒരവസാനം കിട്ടണില്ല. ഈ ചെയ്യലെല്ലാം നിർത്തുമ്പോഴാണ് സുഖം എന്ന് മനസ്സിലാക്കി പ്രവൃത്തിയിൽ നിന്ന് നിവൃത്തി നേടിയ ഋഷീശ്വരന്മാര് അവരെന്ത് ചെയ്തു എന്നറിയോ? ഈ പറഞ്ഞ സകല പ്രവൃത്തികളും നിർത്തിവെച്ച് ഏകാന്തതയില് ധ്യാനനിരതരായി കരണവും അഞ്ചും ഉള്ളടക്കി പുറത്തേക്ക്
ലൗകിക വിഷയങ്ങളിലേക്ക് പോകാനിടയുള്ളതായ കണ്ണ്, കണ്ണില് വല്ലതും കണ്ടിട്ടേ ആ ധ്യാനം ഇളകിപ്പോയാലോ കണ്ണടച്ചു. ചെവിയിൽ വേറെ വല്ല ശബ്ദവും കേട്ടാൽ ശ്രദ്ധ പോയാലോ ചെവി അടച്ചു. മൂക്കില് വല്ല വാസനയും വന്നാലോ മൂക്കടച്ചു. ഇങ്ങനെ ശമദമാദികളിൽ കൂടിയിട്ട് മനസ്സിനെയും ഇന്ദ്രിയങ്ങളെയൊക്കെ കഷ്ടപ്പെട്ട് പിടിച്ചു വലിച്ച് മുറുക്കി കെട്ടി ആ ഋഷീശ്വരന്മാര് പരമാനന്ദത്തെ സ്വയമേവ അനുഭവിച്ച് ആത്മാരാമന്മാരായിട്ട് തീരുന്നതായ രംഗം. അത്തരത്തിൽ ഈ പ്രവൃത്തികളെല്ലാം നിർത്തി ഇന്ദ്രിയങ്ങളെ മുറുക്കെ പിടിച്ച് ശമദമാദികളിൽ കൂടി നിയന്ത്രിച്ച ഋഷീശ്വരന്മാര് വൃന്ദാവനത്തിൽ നിന്നൊഴുകി വന്നതായ ഒരു വേണുഗാനം കേട്ടതും ഈ ഇന്ദ്രിയങ്ങളുടെ കെട്ടം കഴിച്ചു വിട്ടു. എന്നിട്ട് ഇന്ദ്രിയങ്ങളോട് പറഞ്ഞു, കണ്ണേ നീ വൃന്ദാവനത്തിലേക്ക് പോകൂ, കാതെ നീ വൃന്ദാവനത്തിലേക്ക് പോകൂ. എന്തിന്? ഇനി കൃഷ്ണാവതാരം കഴിയണത് വരെ, ഇനി ഈ കൃഷ്ണലീലകൾ അവസാനിക്കണത് വരെ ഞങ്ങൾ കണ്ണടക്കില്ല, കാതടക്കില്ല. കാരണം കോമളം കൂചയൻ വേണു ശ്യാമളോയം കുമാരക വേദവേദ്യം പരം ബ്രഹ്മ ഭാസതാം പുരതോ മമ. കണ്ണടച്ച് ഹൃദയത്തിൽ ഒന്ന് കാണണം എന്ന് വിചാരിച്ചു കൊതിച്ച ആ വേദവേദ്യനായ പരബ്രഹ്മമിത കണ്ണു തുറന്നു കാണാൻ പാകത്തിന് മുമ്പിൽ വന്നിരിക്കുന്നു. അപ്പൊ ഇനി എന്തിനാ തപസ്? അപ്പൊ ഇനി എന്തിനാ ധ്യാനം? അപ്പൊ ഇനി എന്തിനാ ശമം ദമം? ഇങ്ങനെ സർവചരാചരങ്ങൾക്കും ആനന്ദം വാരി വിതറാൻ വന്ന കൃഷ്ണന്റെ കഥകള്, ആ കൃഷ്ണ കഥകളൊന്ന് വന്നപ്പോ എന്തായി എന്നറിയോ? ആത്മാരാമന്മാരായ മുനീശ്വരന്മാര് പോലും ഈ കഥകളിൽ അങ്ങ് രമിക്കാൻ തുടങ്ങി. സ്വതവേ ഈ ലോകത്തോടൊരു ബന്ധമില്ലാത്ത ആൾക്കാരാണ്, ലൗകികമായ അല്ലെങ്കിൽ വാക്കുകളോടൊന്നും താല്പര്യമില്ലാത്തവരൊക്കെ ആണെങ്കിലും കൃഷ്ണകഥകള് എന്തിന്? പുത്രേതി. വേദവ്യാസൻ ഉപനയനം കഴിക്കാൻ പൂണൂലും എടുത്തിട്ട് പിറകിലെ പോവുക ശുഗബ്രഹ്മ ഋഷിയോട്. പക്ഷേ ആത്മാരാമനായ ആ ശുഗബ്രഹ്മ ഋഷിക്ക് ഒരു തരത്തിലും ഈ ലോകത്തോട്, അച്ഛനോട് പോലും ബന്ധമില്ല എന്നുള്ള ഭാവത്തിൽ അങ്ങ് ഇറങ്ങിപ്പോയി. അയ്യോ ഇറങ്ങിപ്പോയല്ലോ മകൻ എന്നും വിചാരിച്ച് വേദവ്യാസൻ സങ്കടപ്പെട്ട് കഴിയുമ്പോഴാണത്രേ ഒരു ദിവസം വന്ന് ശുഗബ്രഹ്മ ഋഷി, പോയ ആളാ, പിറകിലെ പുത്രാന്ന് പറഞ്ഞ് വിളിച്ചിട്ടും തിരിച്ചു വരാത്ത ആളാ, അയാള് വന്ന് ഇപ്പൊ വ്യാസന്റെ മുമ്പിൽ പടിഞ്ഞിരിക്കുക. ആര്? ശുഗബ്രഹ്മ ഋഷി. എന്തിന്? ഭാഗവത് ഒന്ന് പഠിപ്പിച്ചു തരൂ, അച്ഛൻ എഴുതിയ ഭാഗവത് ഒന്ന് പഠിപ്പിച്ചു തരുമോ? അങ്ങനെ ആത്മാരാമാഹിമനയോ നിർഗന്ധ അപ്യുരുക്രമേ കുറുവന്ത്യഹൈതു കിം ഭക്തിം ഇത്തം ഭൂതഗുണോഹരി. ആത്മാരാമന്മാരായ മുനീശ്വരന്മാര് പോലും ഈ ഭഗവത് കഥകളില്, ഈ കൃഷ്ണകഥകളിൽ രമിക്കുന്നു എന്നുണ്ടെങ്കിൽ ആ കൃഷ്ണകഥകൾ എനിക്ക് വിസ്തരിച്ച് പറഞ്ഞു തരണേ, ആ ശ്രീകൃഷ്ണ ലീലകൾ എനിക്ക് വിസ്തരിച്ച് പറഞ്ഞു തരണേ. പിന്നെ എന്താ ഈ കൃഷ്ണകഥകളുടെ മഹാത്മ്യം? ഭവൗഷധാൽ. ഭവരോഗികളായിരിക്കുന്ന നമുക്ക് ഓരോരുത്തർക്കും ഈ ലോകത്തില് ജനിച്ചവർക്കൊക്കെ ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ ബാധിക്കുന്ന അസുഖമാണ് പ്രാരബ്ധം. പ്രാരബ്ധില്ലാത്ത ആരാ ഈ ലോകത്തുള്ളത്? പ്രാരബ്ധില്ലാത്ത ആരാ ഉള്ളത്? നമ്മൾ വിചാരിക്കും അയാൾക്ക് നല്ല സുഖല്ലേ, അയാളോട് ചോദിച്ചു നോക്കുക. അപ്പൊ അയാൾ വേറൊരാളെ നോക്കി പറയുന്നുണ്ട് അയാളല്ലേ ശരിക്കും സുഖിക്കണത്. ഒരു തരത്തിലല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ ഈ ലോകത്തില് ജീവിക്കുന്നിടത്തോളം കാലം നമുക്ക് പലതരം പ്രാരബ്ധങ്ങളുണ്ട്. അല്ല, പ്രാരബ്ധം ഉള്ളത് കൊണ്ടാണ് നമ്മൾ ജീവിക്കണതും. അപ്പോ കൃഷ്ണകഥകളുടെ പ്രത്യേകത എന്താ അറിയോ? ഈ പ്രാരബ്ധത്തെ പോലും അനുഭവിക്കേണ്ട പ്രാരബ്ധത്തെ പോലും ശ്രീകൃഷ്ണ കഥകളെ കേട്ട് കേട്ട് കുറെ കാലം കഴിയുമ്പോ പ്രാരബ്ധത്തെയും സ്നേഹിക്കാൻ സാധിക്കുന്ന, കാലിന് പിടിച്ചൊരു വാതരോഗവുമായി ഗുരുവായൂരപ്പന്റെ മുൻപിൽ നാരായണീയമാകുന്ന നിർവെണ്ണ നിവേദിക്കാൻ വന്ന മേൽപ്പത്തൂരിന് കുറച്ചു ദിവസം കഴിഞ്ഞപ്പോ തോന്നിയിത്രേ വാതരോഗം വന്നതും നന്നായി, സൂക്കേട് വന്നതും നന്നായി. എന്തേ? അതുകൊണ്ടല്ലേ ഇപ്പൊ ഞാൻ ഗുരുവായൂരപ്പൻ ഇങ്ങനെ കണ്ടിരുന്നത് ഇത്ര ദിവസം. അപ്പോ വരാനുള്ളതായ കർമ്മഫലം, വരാനുള്ള പ്രാരബ്ധം അതെന്തായാലും അനുഭവിക്കേണ്ടതാണ് എന്നുണ്ടെങ്കിൽ അവിടെ നമുക്ക് വേണ്ടത് ആ പ്രാരബ്ധത്തിലും തളരാതെ നമ്മുടെ മനസ്സിനെ പിടിച്ചു നിർത്താൻ, ആ പ്രാരബ്ധത്തെ മറികടക്കാൻ നമുക്കൊരാശ്രയമാണ്. അത് കൃഷ്ണനെ പോലെ വേറെ ആരാളുള്ളത്?
ഭവൗഷധാൽ. പറയാൻ ഉദ്ദേശിച്ച സകല പ്രാരബ്ധങ്ങളും ആ ഭഗവാന്റെ മുൻപിലെത്തുമ്പോ ഭക്തൻ മറന്നു പോകണോ എന്നുണ്ടെങ്കിൽ അല്ലേ, ഗുരുവായൂരപ്പനെ കാണാൻ പുറപ്പെടുമ്പോ നമ്മളൊക്കെ വലിയൊരു ലിസ്റ്റും മനസ്സിൽ സൂക്ഷിച്ചിട്ടാ പോവുക. പ്രാരബ്ധത്തിന്റെ അല്ലേ, ഭാര്യയുടെ കാര്യം പറയണം, ഭർത്താവിന്റെ കാര്യം പറയണം, മക്കളുടെ കാര്യം പറയണം, ഓഫീസിന്റെ കാര്യം പറയണം, ഇങ്ങനെ കുറെ ലിസ്റ്റ് ഉണ്ട്. ഒടുക്കം വീടൊക്കെ പൂട്ടി ഗുരുവായൂരേക്ക് എന്ന് പറഞ്ഞ് ഇറങ്ങിയപ്പോ അയൽവാസിയുടെ വക, ഗുരുവായൂരേക്ക ഞങ്ങളുടെ കാര്യം കൂടി പറയണേ. ഓ, അതും കൂടി പറയാം. ഇങ്ങനെ പലതരത്തിലുള്ള പ്രാരബ്ധത്തിന്റെയും അപേക്ഷകള് ഹൃദയത്തിൽ സൂക്ഷിച്ചിട്ടാണ് ഓരോ ഭക്തനും ഗുരുവായൂരപ്പനെ കാണാനായി പുറപ്പെടുന്നത്. പക്ഷെ എന്ത് ചെയ്യാം, ഗുരുവായൂരപ്പന്റെ ആ പൊന്നും തൃപ്പടി അങ്ങ് കഴിഞ്ഞാൽ ഈ കൊണ്ടുവന്ന അപേക്ഷകളൊക്കെ എവിടെ പോയി എന്നറിയില്ല. സുഖായി തൊഴുതു, ഭംഗിയായി ഗുരുവായൂരപ്പനെ കണ്ടു, ആ ആനന്ദം ഹൃദയത്തിൽ നിറച്ച് പുറത്തേക്കെത്തി സന്തോഷത്തോടെ ഗുരുവായൂരൊക്കെ ചുറ്റിക്കറങ്ങി സാധനമൊക്കെ വാങ്ങി നാട്ടിലെത്തിയപ്പോൾ ആലോചിച്ചത്, അല്ല ഞാൻ എന്തിനാ പോയത്? എന്തൊക്കെയോ പറയാനുണ്ടായിട്ടാ ഞാൻ പോയത്, എന്തൊക്കെയോ പറയണമെന്ന് വിചാരിച്ചു. ഇതെപ്പോഴാ മറന്നത്? എവിടുന്നാ ഈ നമ്മൾ പറയാൻ ഉദ്ദേശിച്ച സകല ദുഃഖവും മറന്നുപോയത് എന്നാണെങ്കിൽ, ആ പൊന്നും തൃപ്പടിയുടെ മുകളിൽ കയറി ശ്രീലകത്തേക്ക് ഒരു നോട്ടം നോക്കിയപ്പോ അനേകം നെയ്വിളക്കുകളുടെ പൊൻപ്രഭയ്ക്കപ്പുറത്തായിട്ട് പൊന്നോടക്കുഴലും കദളിപ്പഴവുമായി പുഞ്ചിരിച്ചുകൊണ്ട് ഒടുവിൽ നീ എന്റെ മുൻപിലേക്ക് എത്തിയല്ലേ എന്ന ഭാവത്തിൽ പുഞ്ചിരിക്കുന്ന ആ ഒരു ഗുരുവായൂരപ്പനെ കണ്ടതും കഴിഞ്ഞു. പറയാൻ വന്ന സകല പ്രാരബ്ധവും മറന്ന് ഓരോ ഭക്തന്റെയും ഹൃദയം ആനന്ദം കൊണ്ട് നിറയുന്നു എന്നുണ്ടെങ്കിൽ അത് കൃഷ്ണന്റെ മഹാത്മ്യല്ലേ, അത് കൃഷ്ണ കഥകളുടെ മാധുര്യമല്ലേ? അതുകൊണ്ട് ചുരുക്കിയിട്ടല്ല, വിസ്തരിച്ച് തന്നെ എനിക്ക് കൃഷ്ണ കഥകളെ പാടിത്തരണേ ഗുരുനാഥ. എനിക്കെന്താ ഈ കൃഷ്ണനോട് ഇത്ര താല്പര്യം? രാമാവതാരം പറയുമ്പോഴോ, വരാഹാവതാരം പറയുമ്പോഴോ, മത്സ്യാവതാരം പറയുമ്പോഴോ ഒന്നുമില്ലാത്ത ഒരാവേശം ഈ കൃഷ്ണന്റെ കഥ എത്തുമ്പോ എനിക്ക് തോന്നുന്നില്ലേ അങ്ങേക്ക്? എന്താ അതിന് കാരണം എന്നറിയോ? എന്റെ മുത്തശ്ശന്മാരാ. കാരണം പിതാമഹാമേ സമരേ മരം ചയേർ. അങ്ങയ്ക്കറിയാലോ, പാണ്ഡവന്മാര് ഇങ്ങനെ കൃഷ്ണൻ സ്നേഹിച്ച ഒരു കുടുംബം, ഇല്ലെങ്കിൽ ഇങ്ങനെ കൃഷ്ണന്റെ കാരുണ്യം അനുഭവിച്ച ഒരു കുടുംബം വേറെ ഉണ്ടോ എന്ന് ചോദിച്ചാൽ സംശയം. ഈ കുന്തിദേവിയെയും 5 മക്കളെയും ഗുരുവായൂരപ്പൻ സംരക്ഷിച്ചതുപോലെ ആരാ സംരക്ഷിച്ചത്? ആപത്തു വരുന്നു തന്റെ കുഞ്ഞുങ്ങൾക്ക് എന്ന് കണ്ടാൽ അപ്പോ തള്ളപ്പക്ഷി വന്ന് തന്റെ ചിറക് വിടർത്തി ആ ചിറകിനുള്ളിലേക്ക് മക്കളെ ഒതുക്കണില്ലേ? അതുപോലെ കുന്തിദേവി തന്നെ പറയുന്നുണ്ട്, ഭഗവാനെ ഹരേ അഭിരക്ഷിത, ഞങ്ങൾക്കൊരാപത്ത് വരുന്നു എന്നറിയുമ്പോഴേക്കും ആ കാരുണ്യ ചിറക് വിടർത്തി ഞങ്ങളെ അതിനുള്ളിലേക്ക് ഒതുക്കിയതായ ആ കാരുണ്യം. അങ്ങനെ കൗരവ സൈന്യസാഗരത്തെ പാർത്ഥസാരഥിയായ ഭഗവാനോടൊപ്പം നിന്ന് നേരിട്ട് ആ കൃഷ്ണകൃപാസാഗരം ഒന്നുകൊണ്ട് മാത്രം കൈവർത്തകനായിരിക്കുന്ന കേശവന്റെ അനുഗ്രഹത്താൽ ദുരത്യമായിരിക്കുന്ന കൗരവ സൈന്യസാഗരത്തെ തരണം ചെയ്ത് മഹാഭാരത യുദ്ധം കഴിഞ്ഞ വിജയത്തിന്റെ ധർമ്മധ്വജത്തെ ഉയർത്തി പാണ്ഡവന്മാര്. കൗരവന്മാരൊക്കെ ചത്തു. ഇത്ര കാലം ആഗ്രഹിച്ച കുറച്ചു ഭൂമിയല്ല, സൂചി കുത്താനുള്ള സ്ഥലമല്ല, രാജ്യം മുഴുവൻ സ്വന്തായി, കൊട്ടാരം മുഴുവൻ സ്വന്തായി, സമ്പത്തും സേനയും അധികാരവും കിരീടവും ചെങ്കോലും എല്ലാം പാണ്ഡവന്മാർക്ക് സ്വന്തമായി. ആ സകല തരത്തിലുള്ളതായ ഐശ്വര്യവും സമ്പത്തും സ്വന്തമായ മുഹൂർത്തത്തിലാണ് വഞ്ചിതോഹം മഹാരാജ ഹരിണാ ബന്ധുരൂപിണ. ഒരു വാർത്ത അർജുനൻ വഴി അറിയണത്, ഇത്ര കാലം
കൂട്ടുകാരനായി, സാരഥിയായി, സ്നേഹിതനായി, ബന്ധുവായി ഒപ്പം നിന്ന കൃഷ്ണൻ അവതാരം കഴിഞ്ഞ് തിരിച്ചുപോയി ഇത്രേ. കൃഷ്ണനാട്ടം കഴിഞ്ഞ് കൃഷ്ണൻ പോയി എന്നറിഞ്ഞതും പാണ്ഡവന്മാരെ ആലോചിച്ചു, ഇനി ഞങ്ങൾക്ക് എന്തിനാ രാജ്യം, ഇനി ഞങ്ങൾക്ക് എന്തിനാ കൊട്ടാരം, ഇനി ഞങ്ങൾക്ക് എന്തിനാ അധികാരം? കൃഷ്ണൻ ഇവിടെ ഇല്ലാച്ചാൽ പിന്നെ ഞങ്ങൾ എന്തിനാ? ഗുരുനാഥ, അന്ന് ഇന്ദ്രപ്രസ്ഥത്തിന്റെ സിംഹാസനത്തിലേക്ക് ആ 5 മുത്തശ്ശന്മാരും എന്നെ ഇതാ പിടിച്ചിരുത്തി അനുഗ്രഹിച്ച് കൃഷ്ണ 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 എന്ന നാമം ജപിച്ച് വടക്ക് ഭാഗത്തേക്ക് ഹിമാലയത്തിലേക്ക് യാത്ര പോകുന്നത് കണ്ടപ്പോ മുതൽ ഞാൻ ആലോചിച്ചതാ, ഇവർക്കെന്താ ഈ കൃഷ്ണനോട് ഇത്ര സ്നേഹം, ഇവർക്കെന്താ ഈ കൃഷ്ണനോട് ഇത്ര ഭക്തി? ആരാ കൃഷ്ണൻ? പിന്നെ ഞാൻ കേട്ടു, രാജ്യം ഭരിക്കണ സമയത്ത് ഓരോ ഭക്തന്മാരുടെ മുമ്പിൽ നിന്ന് കേട്ടു, സാരഥ്യ പാരിഷദർ സേവന സഖ്യ ദൗത്യ വീരാസനാനുഗമന സ്തവന പ്രണാമങ്ങളിൽ കൂടിയിട്ട് പാണ്ഡവകുലത്തോട് കാരുണ്യം ചുരിഞ്ഞ കൃഷ്ണന്റെ കഥകളെ കുറച്ചായിട്ട് കേട്ടപ്പോ അന്ന് മുതൽ ഞാൻ മോഹിക്കണതാ, എനിക്ക് എപ്പോഴാ ഒന്ന് കൃഷ്ണനെ കുറിച്ച് വിസ്തരിച്ച് കേൾക്കാൻ പറ്റുക, എനിക്ക് എപ്പോഴാ കൃഷ്ണന്റെ കഥകൾ മുഴുവൻ ഒന്ന് കേൾക്കാൻ പറ്റുക? സാധിക്കണ്ടേ? ഒരു രാജ്യം ഭരിക്കുന്ന മന്ത്രിക്ക് അല്ലെങ്കിൽ ഭരണാധികാരിക്ക്, ഒരു രാജാവിന് ഭാഗവതം കേൾക്കാൻ സമയം കിട്ടുമോ? രാജ്യം ഭരിക്കുന്ന രാജാവിനെ ഭാഗവതം കേൾക്കാൻ സമയം കിട്ടുമോ? ഇവിടെ ചെറിയൊരു കുടുംബം ഭരിക്കണ നമ്മളിപ്പോ സൂചിയുടെ മുകളിൽ ഇരിക്കണ പോലെയാ ഇവിടെ ഇരിക്കണത്. അപ്പൊ പിന്നെ രാജ്യം ഭരിക്കണ സമയത്ത് എങ്ങനെ ഇതിന് സമയം കിട്ടും? അങ്ങനെ കൃഷ്ണ കഥകൾ കേൾക്കാൻ തനിക്ക് സമയമില്ലല്ലോ എന്ന് വിചാരിച്ച് സങ്കടപ്പെട്ടപ്പോഴാ ഒരു 7 ദിവസം എനിക്ക് ലീവ് കിട്ടി. ബ്രഹ്മശാപം, ശമീകപുത്രനായിട്ടുള്ളതായ ശൃംഗി എന്ന മുനികുമാരൻ 7-ാം നാള് തക്ഷകൻ കടിച്ചു മരിക്കട്ടെ എന്ന് ശപിച്ചപ്പോ ഞാൻ ആദ്യം ഒന്ന് പേടിച്ചു. പക്ഷേ ഇപ്പൊ എനിക്ക് തോന്നുന്ന ശാപോ അനുഗ്രഹ ഏവച, അത് ശാപമായിരുന്നില്ല. അങ്ങയുടെ മുമ്പിലിരുന്ന് ഇങ്ങനെ ഭാഗവതം കേൾക്കാൻ സാധിച്ചപ്പോ എനിക്കൊരു കാര്യം ഉറപ്പായി, അത് ശാപമല്ല, അനുഗ്രഹമാണ്. അതുകൊണ്ട് ആ പാണ്ഡവന്മാരുടെ പേരക്കുട്ടിയായ എനിക്ക് കൃഷ്ണന്റെ കഥകൾ അങ്ങ് പറഞ്ഞു തരില്ലേ? ഇനി ഇതുമല്ല ബന്ധം. കുട്ടിക്കാലത്ത് മുത്തശ്ശിയായ കുന്തിദേവി എന്നെ മടിയിലിരുത്തി എന്റെ കൈകളെ തൊഴുവിച്ച് ചൊല്ലിത്തരുന്ന നാമം കൃഷ്ണ ഹരേ ജയ, കൃഷ്ണ ഹരേ ജയ, കൃഷ്ണ ഹരേ ജയ, കൃഷ്ണ ഹരേ. കരിമൂകിൽ വർണ്ണന്റെ തിരുവൂടലെന്നൂടെ അരികിൽ വന്നെപ്പോഴും കാണാകേണം. ഇങ്ങനെ ആ കൃഷ്ണനാമം ചൊല്ലിത്തരുമ്പോ മുത്തശ്ശിയുടെ മടിയിൽ നിന്നിട്ട് ഞാൻ ചോദിക്കും, ആരാ കൃഷ്ണൻ, ആരാ കൃഷ്ണൻ? ആ സമയത്ത് ഞാൻ ജനിച്ച നിമിഷം മുതൽ കേൾക്കണ ഒരു കഥയുണ്ട്. അത് മറ്റാരുടെയും കഥയല്ല, ഉത്തര എന്ന എന്റെ അമ്മയുടെ കഥ. മാതുശ്ചമേയ ശരണം ഗതായ. പൂർണ്ണഗർഭിണിയായിരുന്നതായ ഉത്തരാദേവി അശ്വത്ഥാമാവയച്ചതായ ബ്രഹ്മാസ്ത്രം ഒരു അഗ്നിഗോളം പോലെ തന്നെ ദഹിപ്പിക്കാൻ വരുന്ന കാഴ്ച കണ്ടതും തനിക്കാരാണ് ആശ്രയം എന്നറിയാതെ ഒന്ന് വേവലാതി പിടിച്ചപ്പോഴാണ് പാണ്ഡവന്മാരോടും കുന്തിദേവിയോടൊക്കെ ടാറ്റ പറഞ്ഞ് ദ്വാരകയിലേക്ക് പോവാൻ ആ പൊഞ്ചിലം പണിഞ്ഞ തൃപ്പാദത്തെ രഥത്തിലേക്ക് എടുത്തു വയ്ക്കണ കൃഷ്ണനെ കണ്ടതും പാഹി പാഹി മഹായോഗിൻ ദേവദേവ ജഗൽപതേ. നിലവിളിച്ചുകൊണ്ട് കൊട്ടാരം വിട്ട് നിറവയറുമായി ഓടി വന്ന് എന്റെ അമ്മയായ ഉത്തര ശരണാഗതി ചെയ്തത് ഈ കൃഷ്ണന്റെ പാദത്തെയല്ലേ. അന്നൊരു അത്ഭുതമുണ്ടായി. ബ്രഹ്മാസ്ത്രത്തിന്റെ ചൂടേറ്റ് അമ്മയുടെ ഗർഭത്തിലെ കരിഞ്ഞ് ദഹിച്ചൊരു മാംസപിണ്ഡമായി തീർന്ന ഞാൻ പിന്നെ കണ്ണു തുറന്നപ്പോ കണ്ടത് എന്താ അറിയോ? അങ്കുഷ്ഠമാത്രമലം
അതിസുന്ദരനായിട്ട് ശംഖചക്ര ഗദാധാരിയായിട്ടുള്ളതായ ഒരു അത്ഭുത രൂപം എന്നിങ്ങനെ നോക്കി പുഞ്ചിരിച്ചുകൊണ്ടിരിക്കുക. അങ്ങനെ വിഷ്ണുരാധനായിരുന്ന എനിക്ക് ഇന്നിതാ പരീക്ഷിത്ത് എന്ന് ലോകം ഒരു പേരിട്ടിട്ടുണ്ടെങ്കിൽ അതിന് കാരണം എന്താ അറിയോ? അമ്മയുടെ ഗർഭത്തിൽ നിന്ന് പുറത്തേക്ക് വന്ന നിമിഷം മുതൽ ഞാൻ അന്വേഷിക്കുക, ആരായിരുന്നു അത്, ആരായിരുന്നു അത്, ആരായിരുന്നു അത്. കുറെ കാലം കഴിഞ്ഞപ്പോഴാ മനസ്സിലായത് അത് ഈ കൃഷ്ണനായിരുന്നു. അപ്പൊ പിന്നെ തുടങ്ങി എനിക്ക്, എങ്കിൽ കൃഷ്ണന്റെ കഥ എനിക്ക് കേൾക്കണം. കാരണം അമ്മയുടെ ഗർഭത്തിൽ വെച്ച് എന്നെ രക്ഷിച്ചവനല്ലേ, ഈ ഒരു നിമിഷം വരെ എന്നെ അനുഗ്രഹിച്ചു കൊണ്ടിരിക്കുന്നവനല്ലേ. അതുകൊണ്ട് ആ ഉത്തരാപുത്രനായ എനിക്ക് കൃഷ്ണന്റെ കഥകളെ പാടിത്തരണേ എന്ന് വിശപ്പും ദാഹവും മറന്ന് ആ ഹരികഥാമൃതം പാനം ചെയ്യാൻ കാത്തിരിക്കുന്ന പരീക്ഷത്തിന്റെ ശ്രദ്ധയെ കണ്ടപ്പോ പരീക്ഷത്തിന്റെ മുൻപിലിതാ വ്യാസപുത്രൻ ആരംഭിക്കുന്നു ശ്രീകൃഷ്ണ ചരിതം. ഭൂമിദേവിക്ക് ഈ കാണുന്ന ബഹുനില കെട്ടിടങ്ങളോ ഒന്നുമല്ല ഭാരം. പിന്നെയോ ഈശ്വര നിന്ദ ചെയ്യുന്നവര്, സജ്ജനങ്ങളെ നിന്ദിക്കുന്നതായ ദുഷ്ടന്മാര്, അത്തരത്തിലുള്ള കംസൻ, ജരാസന്ധൻ, ശിശുപാലൻ, ദന്തവക്ത്രൻ തുടങ്ങിയിട്ടുള്ളതായ മഹാദുഷ്ടന്മാരുടെ ഭാരം സഹിക്കവയ്യാതെ ഗോരൂപധാരിയായ ഭൂമിദേവി ബ്രഹ്മാദിദേവന്മാരോടൊപ്പം ക്ഷീരസാഗരശായിയായ ഭഗവാനെ കാണാനിതാ വൈകുണ്ഠത്തിലേക്ക് പുറപ്പെട്ടു. അവിടെ വച്ച് പുരുഷസൂക്തേന ഉപതസ്ഥേ സമാഹിത. സകലതരത്തിലും ബ്രഹ്മാദിദേവന്മാര് വേദമന്ത്രത്തിൽ ഏറ്റവും ശ്രേഷ്ഠമായ പുരുഷസൂക്താദി വേദമന്ത്രങ്ങളെ കൊണ്ട് ഭഗവാനെ, വേദവേദ്യനായ ഭഗവാനെ, വേദാന്ത സ്വരൂപനായ ഭഗവാനെ ഭംഗിയായി സ്തുതിച്ചു. ഇവിടെ ബ്രഹ്മാവിന്റെ ഹൃദയത്തില് ഒരു വിളംബരം, ബ്രഹ്മാവിന്റെ ഹൃദയത്തില് ഭഗവാൻ തോന്നിച്ചതായ ആ വാക്കുകളെ ബ്രഹ്മാവ് ലോകത്തിനായിട്ട് പറഞ്ഞു കൊടുത്തു. അവതീര്യ യഥോർവംശേ ഭഗവാൻ പുരുഷോത്തമ. ഹേ ലോകമേ, ആരും ഭയപ്പെടേണ്ടതില്ല. ഭഗവാൻ ഭൂമിയിൽ അവതരിക്കാൻ പോകുന്നു. യദുകുലത്തില് ഭഗവാൻ ദേവകീ വസുദേവപുത്രനായിട്ട് പരിപൂർണതമാവതാരമായി വരാൻ പോകുന്നു. പോരാ, ഭഗവാന്റെ ജ്യേഷ്ഠ സഹോദരനായി സാക്ഷാൽ അനന്തമൂർത്തി ബലരാമനായിട്ടും പത്മനാഭ സോദരിയായിട്ട് സാക്ഷാൽ ജഗദംബിക നന്ദഗോപപുത്രിയായിട്ടും അവതരിക്കുന്നു. ഇങ്ങനെ ഒരു അവതാര മഹോത്സവം ഭൂമിയിൽ നടക്കാൻ പോവുക. സ്വതവേ ഭഗവാൻ പോവും, അവതരിക്കും, തന്റെ കാര്യം കഴിഞ്ഞാൽ തിരിച്ചു വരും. പക്ഷെ ഇത്തവണ അങ്ങനെയല്ലാട്ടോ. നിങ്ങൾക്കൊക്കെ ആ കൃഷ്ണാവതാരത്തിൽ പങ്കെടുക്കാം. ആർക്കൊക്കെ കൃഷ്ണനോടൊപ്പം പാടണമോ പുറപ്പെടാം, ആർക്കൊക്കെ കൃഷ്ണനോടൊപ്പം ആടണമോ പുറപ്പെടാം, ആരൊക്കെ കൃഷ്ണനെ പരബ്രഹ്മത്തെ കെട്ടിപ്പിടിക്കണോ പുറപ്പെടാം, ആർക്കൊക്കെ പരബ്രഹ്മത്തെ മടിയിലിരുത്തണോ പുറപ്പെടാം, ആർക്കൊക്കെ പരബ്രഹ്മത്തെ മാറിടത്തിലേക്ക് ചേർക്കണോ പുറപ്പെടാം. ഇത് കേട്ടതും സമാധിയിലിരിക്കുന്ന യോഗീശ്വരന്മാര് വിചാരിച്ചു, നിർത്തി. ഈ രൂപമില്ലാത്ത, നാമമില്ലാത്ത, നിർഗുണനായ, നിരാകാരനായ ഭഗവാനെ കെട്ടിപ്പിടിക്കണ പരിപാടി അത് നടക്കില്ല എന്ന് ഉറപ്പിച്ചു. ഇപ്പൊ കൃഷ്ണാവതാരം ഭൂമിയിലുണ്ടെങ്കിൽ ഒന്നുപോയി എടുക്കാൻ, ഒന്നുപോയി ആലിംഗനം ചെയ്യാൻ സാധിച്ചാൽ ഇതിലധികം ധന്യതയുണ്ടോ? സകല പുണ്യജന്മങ്ങളും ഒഴുകി ഭൂമിയിലേക്ക്. ഒരു നാടക നടൻ എപ്രകാരാണോ വേദിയിലേക്ക് വരുന്നതിന് മുമ്പ് വേദിയെ അണിയിച്ചൊരുക്കുന്നത്, അതുപോലെ 125ഓളം വർഷത്തെ ഭൂലോകമാകുന്ന നാടകവേദിയിലെ ആനന്ദനാട്യത്തിന് ഇറങ്ങി വരുന്ന ഗോലോകനാഥനായ ആ ഭഗവാന്റെ അവതാരത്തിന് മുന്നോടിയായി ഭൂമിയെ അണിയിച്ചൊരുക്കി ഭക്തന്മാര്. മധുരയിലും വൃന്ദാവനത്തിലും അമ്പാടിയിലും ഒക്കെയായി അവര് പല വേഷത്തില്, പല രൂപത്തില് ഭഗവാനെ കാത്തിരുന്നു. മധുരാവാസികളായി കുറെ പുണ്യജന്മങ്ങള്, കുറെ ആൾക്കാര് മധുരയില് പോയി താമസിച്ചു, ജനിച്ചു. എന്താ അറിയോ? മധുരയിലാണ് അത്രേ ഭഗവാന്റെ അവതാരം. മധുരയിലാണ് ഭഗവാന്റെ അവതാരം എന്ന് കേട്ടതും പുണ്യജന്മങ്ങളൊക്കെ മധുരയിൽ പോയി അവതരിച്ചു. പിന്നെ ആൾക്കാര് വരുമ്പോൾ അറിഞ്ഞത് മധുരയിൽ ഇനി സ്ഥലമില്ല, അവിടെ ഇനി വേഷമില്ല, സ്ഥലം കഴിഞ്ഞു. അപ്പൊ ആരോ പറഞ്ഞത്
വേണമെങ്കിൽ ഇപ്പൊ അമ്പാടിയിലേക്ക് പോയാൽ ഇവിടെ അവതാരേ ഉള്ളൂ. കാണേണ്ട കുട്ടിക്കളി മുഴുവൻ, ബാലലീല മുഴുവൻ അമ്പാടിയിൽ പോയാൽ കാണാം. ഉടനെ ഇവർ അമ്പാടിയിലേക്ക് പുറപ്പെട്ടു. അവിടെ ഗോപികമാരായി, ഗോപന്മാരായി, പശുക്കളായി, പശുക്കുട്ടികളായി, മാനായി, മയിലായി, വണ്ടായി, കുയിലായി, വൃന്ദാവനത്തിലെ മുനാതീരത്തൊരു കാട്ടോടക്കമ്പായിട്ട് വരെ ആ പുണ്യജന്മങ്ങൾ നിറഞ്ഞു. ഇങ്ങനെ ഭൂമിയിലെ സകലതരത്തിലും പുണ്യജന്മങ്ങളെ ഓരോ വേഷത്തില് കൃഷ്ണാവതാര രംഗത്തിനായി കാത്തിരുന്നപ്പോഴാണ് നമ്മുടെ ശ്രദ്ധ നേരെ മധുരാപട്ടണത്തിലേക്ക് പോകുന്നു. ആ മധുരയുടെ രാജവീതിയിൽ കൂടിയിട്ടൊരു വിവാഹ ഘോഷയാത്ര. പല വിധത്തിലുള്ള താളമേളങ്ങളും താലപ്പൊലികളുമായി സ്വർണരഥത്തിലിരിക്കുന്ന നവവധൂവരന്മാരായ ദേവകീ വസുദേവന്മാരെയും വഹിച്ചുകൊണ്ട് ഒരു കല്യാണ മംഗള ഘോഷയാത്ര. സ്വതവേ കല്യാണത്തിന് പോയാൽ നമ്മളൊക്കെ ആരെയാ ശ്രദ്ധിക്കുക? കല്യാണത്തിന് പോയാൽ നമ്മൾ ആരെയാ ശ്രദ്ധിക്കുക? നിങ്ങളൊന്നും കല്യാണത്തിനും പോവാറില്ലേ? വധുവിനെയും വരനെയുമാണ് അല്ലെ, ചെക്കനെയും പെണ്ണിനെയാ നോക്കുക. പക്ഷേ ഇവിടെ ഒരാളും വസുദേവരെയും ശ്രദ്ധിച്ചില്ല, ദേവകിയെയും ശ്രദ്ധിച്ചില്ല. സകലരും ശ്രദ്ധിച്ചത് ആരെയാ അറിയോ? ആ രഥം ഓടിക്കണ ചെറുപ്പക്കാരനെ. കണ്ടവര് കണ്ണുമിഴിച്ചു, കണ്ടവര് തലയിൽ കൈവച്ചു, കണ്ടവര് വായ പൊളിച്ചു. എന്തേ? ഇന്നലെ വരെ കണ്ണു ചോരയില്ലാത്തവൻ, മഹാദുഷ്ടൻ എന്നൊക്കെ നമ്മൾ വിളിച്ച കംസൻ, നോക്കൂ എന്തൊരു സ്നേഹ ദേവകിയോട്, ഇയാൾക്ക് ഇങ്ങനെയൊക്കെ സ്നേഹിക്കാൻ പറ്റുമോ? എന്തൊരു പാവാ കംസൻ, എന്തൊരു സ്നേഹ എന്നൊക്കെ പറഞ്ഞു ആൾക്കാരൊക്കെ ആ രഥം തളിച്ചുകൊണ്ടിരിക്കുന്നതായ കംസൻ എങ്ങനെ നോക്കാൻ തുടങ്ങിയപ്പോ കംസന് സന്തോഷായി. ഇതന്നെയാ തന്റെ ഉദ്ദേശം, നല്ല പേരുണ്ടാക്കാൻ ഇതൊക്കെയാണ് വഴി എന്ന് മനസ്സിലാക്കി കംസൻ എങ്ങനെ രഥം ഓടിച്ചുകൊണ്ടിരിക്കണു. ഇടയ്ക്ക് തിരിഞ്ഞ് ദേവകിയെ നോക്കി ഒന്ന് ചിരിക്കും. അപ്പൊ ദേവകിക്കും കുറച്ച് അഹങ്കാരം. ദേവകി വസുദേവരുടെ മുഖത്തേക്ക് നോക്കും. കണ്ടില്ലേ എന്റെ ഏട്ടന്റെ സ്നേഹം, നിങ്ങൾ ചെയ്യൂ ഇതുപോലെ, അതാ എന്റെ ഏട്ടൻ എന്നുള്ള ഭാവത്തിൽ ദേവകിയും. പക്ഷേ അഭിനയം അല്പസമയം മാത്രമേ നീണ്ടു നിന്നുള്ളൂ. കുറച്ചു കഴിഞ്ഞതും പെട്ടെന്നൊരു ഇടിനാദം. അതിന് പിറകെ അതിഗംഭീരമായിട്ടുള്ള ഒരു അശരീരി, അസ്യാസ്ത്വാമഷ്ടമോ ഗർഭോ ഹംതായാം വഹസേ അബുധ. ഹേ മന്ദബുദ്ധിയായവനെ, ഇവളുടെ 8ാമത്തെ കുട്ടി നിന്റെ അന്തകനായിരിക്കും. അശരീരി അങ്ങ് കേട്ടതും കംസൻ തിരിച്ചൊരു നോട്ടം നോക്കി. ഇത്തവണ ചിരിച്ചോണ്ടല്ല. 8ാമത്തെ കുട്ടി പോയിട്ട് 8ാമത്തെ നിമിഷം ഇവളിവിടെ ബാക്കിയുണ്ടായിട്ട് വേണ്ടേ? മുല്ലമാല ചൂടിയതായ ദേവകിയുടെ മുടിക്കുത്തവിടെ പിടിച്ചു. ഉറയിൽ നിന്ന് വാളു വലിച്ചൂരി ദേവകിയെ വെട്ടാൻ അങ്ങ് പുറപ്പെട്ടതും വസുദേവോ മഹാഭാഗ, വസുദേവര് കംസന്റെ കയ്യവിടെ പിടിച്ചു. വസുദേവര് പറഞ്ഞു, ഇത്രയും ആൾക്കാര് കൂടി നിൽക്കുന്നതായ സമയത്ത് അങ്ങയെപ്പോലെ നല്ല നല്ല ഗുണമുള്ളതായ ഒരാള് ഒരു വധുവിനെ, ഒരു സ്ത്രീയെ വധിക്കണതേ മഹാപാപം. അതും കല്യാണ മണ്ഡപത്തിൽ നിന്ന് ഇറങ്ങി വരുന്ന സമയത്ത് കൊന്നാൽ അങ്ങയ്ക്കത് ദോഷം ചെയ്യില്ലേ? പിന്നെ 8ാമത്തതല്ലേ, ഇനി എത്ര കാലം കാത്തിരിക്കണം? ദേവകിയല്ലല്ലോ അങ്ങയുടെ അന്തകൻ. ഒരു കാര്യം ഞാൻ ചെയ്യാം, 8ാമത്തതെന്ന് നോക്കണ്ട, ഉണ്ടാകുന്ന സകല കുട്ടികളെയും പ്രസവിച്ച ഉടനെ ഞാൻ അങ്ങയുടെ മുൻപിലേക്ക് തരാം. കൊല്ലോ വളർത്തോ എന്താച്ചാ ചെയ്തോളൂ എന്ന് സത്യം ചെയ്തു വസുദേവരെ വിശ്വാസമുള്ളതായ ആ കംസൻ പിടിവിട്ടു. സർവവിധത്തിലും ആ ഘോഷയാത്രയ്ക്ക് അവിടെ പിന്നെ നടന്നില്ല. കാലങ്ങൾ അങ്ങനെ നീങ്ങി. ഒടുവിലിതാ ദേവകി ഗർഭം ധരിച്ചു, ഒരാൺകുഞ്ഞിന് ജന്മം കൊടുത്തു. ആദ്യമായിട്ട് കിട്ടിയതായ ആ ഉണ്ണിയെ ഒന്ന് മാരടത്തിലേക്ക് ചേർക്കാൻ പോലും വസുദേവര് സമ്മതിച്ചില്ല. വസുദേവര് പറഞ്ഞു, ദേവകി നീ അതിന്റെ മുഖം കാണണ്ട, കണ്ടാ നിനക്ക് സങ്കടാവും. എടുത്തു കൊണ്ടുപോയി കംസന്റെ മുൻപിലേക്ക് അങ്ങ് സമർപ്പിച്ചു. കംസൻ പഴയ കാര്യമൊക്കെ മറന്നുപോയി. ഒരു ദിവസം വസുദേവര് എന്തോ ഒരു പൊതിക്കെട്ട് ഇങ്ങനെ കൊണ്ടുവരുന്നുണ്ട്, എന്തോ ഒരു സാധനം കൊണ്ടുവന്ന് തന്റെ മുമ്പിൽ വെക്കണുണ്ട്. ഇതെന്താ സാധനം, ഇതെന്താ സമ്മാനപ്പൊതി എന്ന ഭാവത്തില് കംസൻ ഒന്ന് നോക്കിയപ്പോഴാണ് ആ പൊതിയുടെ ഉള്ളിന്ന് 2 കുഞ്ഞിക്കൈയും 2 കുഞ്ഞിക്കാലുകളും ഇളകണത് കണ്ടത്. അതങ്ങ് കണ്ടതും കംസനുണ്ടായി ഒരു വേദന. ഓടി വന്ന് ആ കുട്ടിയെ അങ്ങ് വാരിയെടുത്തു. വസുദേവരോട് ചോദിച്ചു, എന്താ വസുദേവരെ ഇത്? ദേവകി പ്രസവിച്ചു, ഞാൻ എന്റെ വാക്ക് പാലിച്ചു.
ഒന്നാമത്തെ കുട്ടിയാണ്. കിം ദുസ്സഹം नु സാധൂനാം. എന്റെ വസുദേവരെ, നിങ്ങളുടെ ഒരു സത്യസന്ധത ഇങ്ങനെയുണ്ടോ? അന്ന് ആൾക്കാരുടെ മുമ്പിൽ വെച്ച് മന്ദബുദ്ധി എന്നൊക്കെ കേട്ടപ്പോ അപ്പളത്തൊരാവേശത്തിന് കൊല്ലുന്നൊക്കെ പറഞ്ഞു എന്നല്ലാണ്ടേ കുട്ടിയെ കൊല്ലാൻ മാത്രം ദുഷ്ടനൊന്നുമല്ലേ ഞാൻ. പിന്നെ ഇനി വേണമെങ്കിൽ തന്നെ എട്ടാമത്തതല്ലേ, ഇതൊന്നാമത്തതല്ലേ ആയിട്ടുള്ളൂ. അപ്പൊ നോക്കാം, ഇവനെ അങ്ങ് തിരിച്ചു കൊണ്ടുപോയിക്കോളൂ. പ്രതിയാതു കുമാരോയം നഹ്യസ്മാദസ്തി മേ ഭയം. ഇവനെ കൊണ്ട് എനിക്ക് പേടിയൊന്നുമില്ല, തിരിച്ചു കൊണ്ടുപോയിക്കോളൂ. സന്തോഷം. ദേവകിയോട് എന്റെ അന്വേഷണമൊക്കെ പറയണം, ഞാൻ കാണാൻ വരുന്നുണ്ട്, 28-ാം പിറന്നാൾ പൊടി പിടിക്കണം എന്നൊക്കെ പറഞ്ഞ് കംസൻ തന്റെ കഴുത്തിൽ നിന്ന് നല്ലൊരു മുത്തുമാലയെടുത്ത് മരുമകന് സമ്മാനായിട്ട് കൊടുത്ത് തലയിൽ കൈവച്ച് നന്നായി വരട്ടെ എന്നൊക്കെ അനുഗ്രഹിച്ച് വസുദേവരോട് കൊണ്ടുപോകാൻ പറഞ്ഞു. വസുദേവര് കുട്ടിയെടുത്ത് ഇതിൽ കൂടി ഇറങ്ങിയപ്പോ പിറകിൽ കൂടി ഒരാൾ ഇങ്ങോട്ട് കയറി വന്നു. സമ്മതിക്കണം. നാരദരോ? എന്താ സമ്മതിക്കേണ്ടത്? അല്ല, അന്തകനെ ഇങ്ങനെ കയ്യിൽ കിട്ടിയിട്ടേ സമ്മാനം കൊടുത്ത് പറഞ്ഞേക്കണ ആ ഒരു ധൈര്യം ഉണ്ടല്ലോ. അയ്യോ നാരദരെ, ഇതൊന്നാമത്തതാ, മറ്റേത് എട്ടാമത്തതല്ലേ എന്ന് ആര് പറഞ്ഞു? അശരീരി. ഈ അശരീരി എന്ന് വെച്ചാൽ എന്താ? അശരീരി എന്ന് വെച്ചാൽ ഒളിഞ്ഞിരുന്ന് പറയണതിനെ അശരീരി എന്ന് പറയാ. ആളെ കാണില്ല, ഒളിഞ്ഞിരുന്നിട്ടാ പറയാ. അപ്പൊ തന്നെ എന്തോ കളവുണ്ട് എന്ന് ഉറപ്പല്ലേ? സത്യമായിട്ടുള്ള കാര്യമാണെങ്കിൽ മുമ്പിൽ വന്നിട്ട് പറഞ്ഞുകൂടെ? അപ്പൊ ഈ അശരീരി എന്ന് പറഞ്ഞാൽ തന്നെ അതിലൊരു കളവുണ്ട്. പിന്നെ എട്ടാമൻ എന്ന് പറഞ്ഞാൽ ഈ ദേവന്മാരുടെ ഒരു കുഴപ്പമെന്താ അറിയോ? അവരിങ്ങനെ സംസ്കൃതത്തെ എടുത്ത് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കൂട്ടിയിട്ട് അർത്ഥം മാറ്റും ഇടയ്ക്കിടയ്ക്ക്. അഷ്ടഗുണങ്ങളും തികഞ്ഞവനാകും, അഷ്ട ഐശ്വര്യങ്ങളും തികഞ്ഞവനാകും, ഇതൊക്കെ എട്ടാമെന്നുള്ള വാക്കിന്റെ അർത്ഥം. ഇനി പോട്ടെ കംസ, എട്ടാമത്തെ കുട്ടി എന്ന് വിചാരിച്ചാൽ 8 കുട്ടികളെ നീളത്തിൽ നിർത്തിയാൽ ഇങ്ങോട്ടേക്ക് എണ്ണിയാ ഈ അറ്റത്തുള്ളത് തിരിച്ചെണ്ണിയാ ആ ഭാഗത്തുള്ളത് 8. 8 കുട്ടികളെ വട്ടത്തിൽ നിർത്തിയാലോ നീ വട്ടത്തിലാവും, ഏതാ 8 എന്ന് മനസ്സിലാവാണ്ട്. അതുകൊണ്ട് ഉണ്ടാമ്പ് തീർത്താ സമാധാനമായിട്ട് കിടന്നു. അല്ല, ഞാനിത് പറഞ്ഞു എന്നേ ഉള്ളൂ, നിന്റെ ഇഷ്ടം പോലെ ചെയ്തോളൂ എന്നും പറഞ്ഞ് കംസൻ നാരദരങ്ങ് ഇറങ്ങിപ്പോയതും അന്ന് രാത്രി മുഴുവൻ കംസൻ കയ്യിലെ വിരലും കാലിലെ വിരലും ഒക്കെ കൂടി എണ്ണി നോക്കി, കണക്കങ്ങ് ശരിയാവണില്ല. ഓടിപ്പോയി വസുദേവരുടെ കയ്യിൽ നിന്ന് ആ കുട്ടിയെടുത്ത് ജാതം ജാതമഹൻ പുത്രം തയോഹോ അജനശങ്കയാ. ഉണ്ടാകുന്ന 6 കുട്ടികളെയും നിഷ്കരുണം വധിച്ചു. 7ാമതായിട്ട് സാക്ഷാൽ അനന്തമൂർത്തി ബലരാമനെ ഗർഭം ധരിച്ചു. ഇവിടെ മായാഭഗവതിയെ സാക്ഷാൽ ശ്രീപത്മനാഭൻ തന്റെ സഹോദരിയായ ആ ഭഗവതിയെ അടുത്തേക്ക് വിളിച്ചു. ഗച്ഛദേവി വ്രജം ഭദ്രേ ഗോപഗോപിരലങ്കൃതം. ഇനി അമ്മയുടെ വേഷമാണ്. എന്തൊക്കെയാ ചെയ്യേണ്ടത് ഞാൻ പറയാം. ബലരാമേട്ടൻ അറിയാതെ ബലരാമേട്ടനെ ആ രോഹിണിയുടെ ഗർഭത്തിലേക്ക് മാറ്റുക. എന്നിട്ട് യശോദാഗർഭത്തിലേക്ക് ഭഗവതി പ്രവേശിക്കുക. എന്നിട്ട് അപ്പൊ ദേവകിയുടെ ഗർഭം ഒഴിയല്ലോ, അവിടേക്ക് ഞാൻ കയറിക്കോളാം. ഇങ്ങനെ ഒരു പദ്ധതി. അപ്പൊ ഭഗവതി ചോദിച്ചു, ഇതൊക്കെ ഞാൻ ഏട്ടനെ ചെയ്തു തരാം, എന്നിട്ട് എനിക്കിപ്പോ അർച്ചിഷ്യന്തി മനുഷ്യാം സ്വാം സർവകാമവരേശ്വരീം ദുർഗേതി ഭദ്രകാളീതി വിജയാ വൈഷ്ണവീതി ച കുമുദാ ചണ്ഡികാ കൃഷ്ണ മാധവീ കന്യകേതി ച മായാ നാരായണീശാനി ശാരദേത്യംബികേതി ച. കലിയുഗത്തില് ഏതാപത്തു വരണ സമയത്തും ആപതി കിംകരണീയം സ്മരണീയം ശരണയുഗളമംബായാം. ആപത്ത് വരണ സമയത്ത് ആശ്രയിക്കാൻ വരുന്ന സകല ഭക്തന്മാർക്കും അമ്മയായിട്ട്, ജഗന്മാതാവായി, ലോകമാതാവായി അമ്മ കുടികൊള്ളണം. ദുർഗയെന്നും ഭദ്രകാളിയെന്നും കുമാരിയെന്നും കന്യക എന്നും അനേകമനേകം നാമത്തില് മുകാംബികയായും നാദാംബികയായും കന്യാകുമാരിയായും ശോറ്റാനിക്കരയമ്മയായും സർവവിധത്തിലും പ്രപഞ്ചത്തിന് അമ്മയായിട്ട് മാറണം എന്ന ആ ഭഗവാന്റെ വാക്ക് കേട്ടതും തഥേതി ഓം ഇതി, അങ്ങനെ ആകട്ടെ എന്ന് സ്വീകരിച്ചു. ദേവകി ഗർഭത്തിൽ നിന്ന് ഭഗവാനെ, ആ ബലരാമസ്വാമിയെ രോഹിണി ഗർഭത്തിലേക്ക് മാറ്റി. കംസൻ അറിഞ്ഞു. 7ാമത്തെ ഗർഭം പകുതിക്ക് വെച്ച് അലസിപ്പോയി. ഇതോടെ കംസന്റെ കണക്ക് കൂട്ടലൊക്കെ പിഴച്ചു. അടുത്തത് 6.5 ഗർഭം,
6 നിൽക്കുന്നത്. അരഗർഭായിട്ട് ഇനി ഒരു ഗർഭം ഉണ്ടാവുമോ? അല്ല 7ാമത്തതാണോ 8ാമത്തതാണോ? പിന്നെ ആലോചിച്ചപ്പോ ഗർഭുണ്ടായാലല്ലേ കുഴപ്പമുള്ളൂ. 2 തൂണുകളിലെ ദേവകി വസുദേവന്മാരെ ചങ്ങലകളെ കൊണ്ടവിടെ ബന്ധിച്ചു. ഒന്നനങ്ങാൻ പോലും പറ്റാത്തതായ ഭാവത്തില് ആ ചങ്ങല കുടുക്കുകളില് ദേവകി വസുദേവന്മാര് കണ്ണുനീരോടുകൂടി കിടന്നു കുറെ കാലം. എങ്ങനെയാ ഗർഭുണ്ടാവുക നോക്കാം എന്നൊക്കെ കംസൻ വിചാരിച്ചു. പക്ഷേ ആനന്ദസ്വരൂപനായ സച്ചിദാനന്ദപുരുളായ ഭഗവാനെ സംബന്ധിച്ച് ഒരവതാരം ചെയ്യാൻ കേവലം ഈ ലൗകിക ബന്ധത്തിന്റെ ആവശ്യമില്ല. വസുദേവര് ആ കാരാഗൃഹത്തിന്റെ ഇടുങ്ങിയ ഇടനാഴിയില് വെളിച്ചം തീരില്ല. ചെറിയൊരു കിളിവാതില് പോലൊരു ചെറിയ ജനലും മാത്രമേ ഉള്ളൂ. അതിൻ്റെ ഉള്ളിലുള്ള വെളിച്ച ഉള്ളിലേക്ക് വരിക. വസുദേവരിപ്പുറം പ്രാർത്ഥിക്കേണ്ടത് എന്താ അറിയോ? അതും കൂടി വേണ്ടയായിരുന്നു. കാരണം വെളിച്ചം വരുമ്പോ കണ്ണു തുറന്നാൽ കാണാൻ സാധിക്കുന്നത് ചങ്ങല കെട്ടുകളില് തളർന്നു കിടക്കുന്ന, ഇനി കരയാൻ കണ്ണുനീരില്ലാത്ത ദേവകിയെയാണ്. അല്ലേ? ദേവകി എന്ന ആ അമ്മ അനുഭവിച്ച ഒരു അനുഭവം നമ്മൾ ചിന്തിക്കണം. അല്ലേ? വസുദേവരുടെ പുത്രനായി, ദേവകിയുടെ പുത്രനായി എന്നൊക്കെ പറയുമ്പോ അങ്ങനെ ഭഗവാനെ പുത്രനായി ലഭിക്കാൻ അനുഭവിച്ചതായ ആ ഒരു രംഗം. ഒരിക്കൽ വസുദേവര് തന്റെ കണ്ണുകളെ അടച്ച് ഹൃദയത്തില് ശംഖചക്ര ഗദാധാരിയായ ഭഗവാനെ ധ്യാനിക്കുന്നതായ സമയം പെട്ടെന്ന് ആ രൂപം അവിടെ മാറി നീലവർണ്ണനായ നീലപാലനായിട്ടുള്ളതായ ഭാവത്തില് ഭഗവാൻ വസുദേവരെ ഒന്ന് കടാക്ഷിച്ചു. ഹൃദയത്തിലെ ആ നീലവർണ്ണനായ കായാമ്പൂവർണ്ണന്റെ കടാക്ഷവും പുഞ്ചിരിയും കണ്ടതും അതുവരെ അനുഭവിച്ച സകല ദുഃഖങ്ങളും വസുദേവരവിടെ മറന്ന് ആനന്ദിച്ചു. ദേവകി ചോദിച്ചു, എനിക്കും ഒന്ന് പറഞ്ഞു തരൂ, ഞാനും ഒന്നറിയട്ടെ. പറയേണ്ട താമസം പീലിത്തിരിമുടി മുതൽ പൊഞ്ചിലമ്പ് ധരിച്ചതായ ആ തൃപ്പാദങ്ങൾ വരെ വസുദേവര് തന്റെ വാക്കുകളിൽ കൂടി ദേവകിക്കായി ഉപദേശിച്ചു. ദേവകി ഹൃദയത്തിലേക്ക് ആ ശബ്ദബ്രഹ്മസ്വരൂപനായിരിക്കുന്ന ഭഗവാൻ പ്രവേശിച്ച് അമ്മയെ ഒന്ന് കടാക്ഷിച്ച് ദേവകി ഗർഭശ്രീലകത്തേക്ക് ഇതാ ചൈതന്യമായിട്ട് പ്രവേശിച്ചു. അങ്ങനെ പരമ്പൊരുളായ ഭഗവാനെ വസുദേവരുടെ വാക്കുകളിൽ കൂടി ഹൃദയത്തിലേക്ക് ഗർഭത്തിലേക്ക് സ്വീകരിച്ചതായ രംഗത്തിൽ ബ്രഹ്മാദി ദേവന്മാര് ദേവകീ ഗർഭശ്രീലകത്ത് ശോഭിക്കുന്ന ആ ഭഗവാനെ സത്യസ്വരൂപനായി സത്യനാരായണനായിട്ട് സ്തുതിച്ചു. ഒടുവിൽ ഭാരം ഭുവോഹര യദൂത്തമ വന്ദനം തേ. ഭൂമിയുടെ ഭാരം മാത്രമല്ല, വരാൻ പോകുന്ന കലിയുഗത്തിലെ ഭക്തന്മാരുടെ ദുഃഖഭാരവും ഇല്ലാണ്ടാക്കണേ എന്നവര് സ്തുതിച്ച് തിരിച്ചെഴുന്നള്ളി. ആ കാലത്താണിതാ അതിഗംഭീരമായ കൃഷ്ണാവതാരത്തിനുള്ളതായ ഒരുക്കം. കാല പരമശോഭന. കാലം ഭഗവാൻ അനുകൂലമായി അല്ല, കാലത്തെ നിയന്ത്രിക്കുന്ന ഭഗവാൻ അനുകൂലമായി എന്ന് പ്രത്യേകം പറയേണ്ടതില്ല. ഭഗവാൻ എന്ത് ചെയ്യാൻ ആഗ്രഹിക്കണവോ അതിനനുസരിച്ചിട്ട് കാലം നീങ്ങി. ഗ്രഹങ്ങളൊക്കെ എവിടെ എവിടെ നിന്നാലാണോ അനുകൂലമായ ഭാവത്തിൽ നിൽക്കുക അവിടെ ആ സമയത്ത് വന്നു ചേർന്നു. ചിങ്ങമാസത്തിൽ അഷ്ടമി രോഹിണി സുതലത്തിൽ അർദ്ധരാത്രിയില് സർവവിധത്തിലും പ്രപഞ്ചം മുഴുവൻ ആനന്ദം അനുഭവിച്ചതായ രംഗത്തില് യമുനാനദി കളകളാരവം ഒഴുക്കിക്കൊണ്ട് എന്റെ ഇരു കരകളിലുമായി ഇനി കൃഷ്ണനാട്ടം കാണാമല്ലോ എന്ന സന്തോഷത്തിൽ ഒഴുകുമ്പോ വൃന്ദാവനത്തിലെ കാട്ടോടക്കമ്പുകളിലേക്ക് കാറ്റുവന്ന് തട്ടുമ്പോ തനിയെ വേണുഗാനം ഒഴുകാൻ തുടങ്ങിയപ്പോ സിദ്ധഗന്ധർവ ചാരണ പന്നര കിന്നരാദികൾ എല്ലാവരും പുഷ്പവൃഷ്ടി ചെയ്യാനും തിരുനാമം ജപിക്കാനും തയ്യാറായി നിൽക്കുന്ന സമയത്ത് ബ്രഹ്മാദിദേവന്മാര് പരമ്പൊരുളായ ശ്രീപത്മനാഭന്റെ ആ പൂർണാവതാരത്തെ കാണാനായിട്ട് കാത്തിരുന്നതായ രംഗത്തില് എങ്ങനെ ആയിരിക്കും ഭഗവാന്റെ അവതാരം എന്നവരൊക്കെ ഔത്സുക്യത്തോടുകൂടി നോക്കി നിൽക്കുന്നതായ രംഗത്തില് മധുരാപട്ടണത്തെ മുഴുവൻ വായുദേവൻ സുഗന്ധപൂരിതമാക്കിയതായ രംഗത്തില് അർദ്ധരാത്രിയില് പൂർണ്ണചന്ദ്രൻ ആകാശത്ത് ഉയർന്നതായ രംഗത്തില് താമരകള് വിടർന്നതായ രംഗത്തില് മയിലുകള് പീലി വിടർത്തിയും കുയിലുകള് കൂജനം ചെയ്തും കൃഷ്ണാവതാരത്തെ ലോകത്തെ അറിയിച്ചതായ രംഗത്തില് കൂരിരുട്ട് നിറഞ്ഞതായ കംസന്റെ കാരാഗ്രഹത്തിലെ സകല കൂരിരുട്ടിനെയും കീറി മുറിച്ചുകൊണ്ട് സച്ചിദാനന്ദപുരുളായ പന്നകശായിയായ പത്മനാഭൻ അവതരിച്ചു. ആവിരാസീയഥാ പ്രാച്യാം ദിശിന്തുരിവ പുഷ്കല. അദ്ഭുതപാലകനായി ശങ്കചക്രഗദാധാരിയായിട്ട് അവതരിച്ച നീലമേഘശ്യാമളവർണ്ണനായ ആ ഭഗവാനെ വസുദേവരാദ്യം കണ്ടു, ദേവകിയും കണ്ടു. തന്നാലാവും വിധം
അവര് ഭഗവാനെ സ്തുതിച്ചു. ഒടുവിൽ ദേവകിയുടെ പ്രാർത്ഥനയാണ്, ഭഗവാനെ എന്റെ പുത്രനായിട്ട് അങ്ങ് അവതരിക്കണു എന്നൊക്കെ കേട്ടപ്പോ ഞാൻ വലിയ സന്തോഷത്തിലായിരുന്നു ഇത്ര സമയം. പക്ഷെ ഇപ്പോ ഇങ്ങനെ ശംഖചക്ര ഗദാധാരിയായിട്ടൊക്കെ നിൽക്കുമ്പോഴേ നമസ്കരിക്കണമെന്ന് തോന്നുന്നുണ്ട്, പ്രദക്ഷിണം വെക്കണമെന്ന് തോന്നുന്നുണ്ട്, സ്തുതിക്കണമെന്ന് തോന്നുന്നുണ്ട്. അതല്ലല്ലോ ഒരു അമ്മയ്ക്ക് വേണ്ടത്. ഒന്ന് വാരിയെടുക്കാൻ, ഒന്ന് ഈ മാറിടത്തിലേക്ക് ചേർക്കാൻ ഈ ഒരു രൂപം അത് പറ്റില്ല എന്ന് പറഞ്ഞപ്പോഴാണ് മാനുഷബാലവേഷം നീലബാലനായി ഭഗവാൻ അവിടെ മാറിയത്. സച്ചിദാനന്ദക്കട്ടയായ ആ നീലവർണ്ണനെ തന്റെ മാറിടത്തിലേക്ക് ചേർത്ത് പിടിച്ച് ഭഗവാനായി തന്റെ സ്തന്യാമൃതത്തെ നിവേദ്യമായി കൊടുത്ത് ധന്യതയെ നേടി ദേവകീ വസുദേവന്മാര്. ആ അവതാര കൃഷ്ണനെ ദേവകീ വസുദേവന്മാര് സ്നേഹിച്ചതുപോലെ പൂജിച്ചതുപോലെ നമുക്കും ആശ്രയിക്കാനും ആസ്വദിക്കാനും സാധിക്കട്ടെ.